ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബായ വെർബ് ബി, അതിൻ്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർബ് ബി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് എന്ന് നമ്മൾ കണ്ടു. ഒന്ന്, ഒരാളുടെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി, എന്തെങ്കിലും അവസ്ഥ അല്ലേ, അവൻ സങ്കടമാണ്, അവൻ ദുഃഖിതനാണ്, അവൻ സന്തോഷവാനാണ്, അങ്ങനെയുള്ള ഇതിനെ കാണിക്കാൻ, അല്ലെങ്കിൽ അവൻ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെ അല്ലേ, അവസ്ഥയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. മറ്റൊന്ന് സാന്നിധ്യത്തെ കാണിക്കാൻ, അവർ ഇവിടെയുണ്ട്, അവർ ഇവിടെയുണ്ട്. അപ്പൊ അതിന് വെർബ് ബിയുടെ ഫോംസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാൻ പ്ലസ് ബി അല്ലേ, ബേസ് ഫോമായ ബിയുടെ കൂടെ ക്യാൻ വയ്ക്കുമ്പോൾ ആയിരിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ കാണുകയുണ്ടായി. ആയിരിക്കുവാൻ കഴിയും, അതിന്റെ പല വാചകങ്ങൾ കണ്ടു. ഐ ക്യാൻ ബി ഹാപ്പി, എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും. ക്യാൻ ഐ ബി ഹാപ്പി, എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ. പിന്നെ നെഗറ്റീവ് അല്ലേ, കാണ്ട് ഐ ബി ഹാപ്പി, എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയില്ലേ. അത് ക്വസ്റ്റ്യൻ വേർഡ്സ് കുറെ കാണുകയാണ്, വെൻ, ഹൗ ഒക്കെ. പക്ഷെ അതെല്ലാം നെഗറ്റീവിന്റെ കൂടെ വയ്ക്കാറില്ല. വെൻ കാണ്ട് ഐ ബി ഹാപ്പി അങ്ങനെയൊന്നും പറയാറില്ല ഇംഗ്ലീഷിൽ. ഹൗ കാണ്ട് ഐ ബി ഹാപ്പി അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ വൈ ഉപയോഗിക്കും. Why can't I be happy? Why can't I? Why can't? നെഗറ്റീവ് അല്ലേ, കനോട്ടിന്റെ നെഗറ്റീവ്. Why can't I be happy? എന്തുകൊണ്ട് എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയില്ല? Why can't I be happy? Why can't I be happy? ഉദാഹരണമായിട്ട് നമുക്ക് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടി, നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. അപ്പൊ നമ്മൾ ഉറക്കെ ചിരിക്കുക, സന്തോഷത്തോടെയൊക്കെ ഉറക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് സന്തോഷം വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഒരാൾ എന്ന് പറയും, എന്താ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്, ശബ്ദനായിട്ടിരിക്കുക, ഒച്ച ഉണ്ടാക്കില്ലേ എന്ന് പറയും. അപ്പൊ നമ്മൾ പറയണേ, എനിക്ക് നല്ലൊരു വാർത്ത കിട്ടി, അപ്പൊ എനിക്ക് സന്തോഷിക്കണം. വൈ കാണ്ട് ഐ ബി ഹാപ്പി? എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല, സന്തോഷവാനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി കൈൻഡ്? എന്തുകൊണ്ട് എനിക്ക് കൈൻഡ് ആയിരിക്കാൻ, ദയവുള്ളവനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി പ്രൂഡന്റ്? എന്തുകൊണ്ട് എനിക്ക് പ്രൂഡന്റ് ആയിരിക്കാൻ കഴിയില്ല? നെഗറ്റീവാണ്. വൈ കാണ്ട് ഐ ബി പങ്ക്ച്വൽ? എന്തുകൊണ്ട് എനിക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി ബ്രേവ്? എന്തുകൊണ്ട് എനിക്ക് ധീരനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി സ്മാർട്ട്? എന്തുകൊണ്ട് എനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ല? നമുക്ക് യുടെ കൂടെ വയ്ക്കുമ്പോൾ കുറെ കൂടി അർത്ഥം തോന്നും. വൈ കാണ്ട് യു ബി ഹാപ്പി? നിനക്ക് എന്തുകൊണ്ട് സന്തോഷമായിരിക്കും? വൈ കാണ്ട് യു ബി ഹാപ്പി? നീ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കണേ എന്താണ്? കാണ്ട് യു ബി ഹാപ്പി? നിനക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയില്ലേ? വൈ കാണ്ട് യു ബി ഹാപ്പി എന്ന അർത്ഥം തന്നെയാണ് വരുന്നത് അല്ലെ. എന്തുകൊണ്ട് നിനക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് യു ബി പങ്ക്ച്വൽ? എന്തുകൊണ്ട് നിനക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് യു ബി പങ്ക്ച്വൽ? എന്തുകൊണ്ട് നിനക്ക് പങ്ക്ച്വൽ ആയിരിക്കാൻ സാധിക്കില്ല? വൈ കാണ്ട് യു ബി സ്മാർട്ട്? നീ എപ്പോഴും ഇങ്ങനെ തളർന്നോടി ഞാൻ കേൾക്കണേ. വൈ കാണ്ട് യു ബി സ്മാർട്ട്? എന്തുകൊണ്ട് എനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് യു ബി സ്മാർട്ട്? വൈ കാണ്ട് യു ബി സ്മാർട്ട്? വൈ കാണ്ട് യു ബി സ്മാർട്ട്? അർത്ഥം പിടികിട്ടിയില്ലേ? അതൊന്നും സാധനം. വൈ കാണ്ട് ഹി ബി ഹാപ്പി? ഇതേ സന്ദർഭം അവന് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന. വൈ കാണ്ട് ബി ഹാപ്പി? അവനെന്തുകൊണ്ട് സന്തോഷവാനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഹി ബി? വൈ കാണ്ട് ഹി ബി? ഇത് ഒഴുക്ക് വരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. വൈ കാണ്ട് ഹി ബി ഹാപ്പി? വൈ കാണ്ട് ഹി ബി പങ്ക്ച്വൽ? എന്തുകൊണ്ട് അവന് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഹി ബി സ്മാർട്ട്? എന്തുകൊണ്ട് അവന് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ല? അതുപോലെ നമുക്ക് ഇതൊക്കെ വയ്ക്കാം. വൈ കാണ്ട് ദേ ബി കൈൻഡ്? എന്തുകൊണ്ട് അവർക്ക് ദയവുള്ളവരായിരിക്കും, കരുണയുള്ളവരായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ദേ ബി കൈൻഡ്? അവരൊന്നും കൊടുക്കുന്നില്ല ആരെങ്കിലും സഹായത്തിനൊക്കെ വന്നാല്. അപ്പൊ നമ്മൾ വൈ കാണ്ട് ദേ ബി കൈൻഡ്? എന്തുകൊണ്ട് അവർക്ക് ദയവുള്ളവരായിരിക്കാൻ സാധിക്കില്ല? അണ്ടർസ്റ്റുഡ്? വൈ കാണ്ട് ദേ ബി സ്മാർട്ട്? എന്തുകൊണ്ട് അവർക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയില്ല? ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വൈ കാണ്ട് ഐ ബി യുവർ ഫ്രണ്ട്? എന്തുകൊണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയില്ല? അവൻ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈ കാണ്ട് ഐ ബി യുവർ ഫ്രണ്ട്? എന്തുകൊണ്ട് എനിക്ക് നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി യുവർ ടീച്ചർ? എന്തുകൊണ്ട് എനിക്ക് നിന്റെ ടീച്ചറാകാൻ കഴിയില്ല? വൈ കാണ്ട് ഐ ബി യുവർ ഗൈഡ്? എന്തുകൊണ്ട് എനിക്ക് നിന്റെ ഗൈഡ് ആകാൻ സാധിക്കില്ല? വൈ കാണ്ട് ഐ ബി യുവർ കോച്ച്? എന്തുകൊണ്ട് എനിക്ക് നിന്റെ കോച്ച് ആയിരിക്കാൻ കഴിയില്ല? അതുപോലെ മറ്റു വാചകങ്ങൾ, അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. വൈ കാണ്ട് ഹി ബി അവർ ഗൈഡ്? വൈ കാണ്ട് ഹി ബി അവർ ഗൈഡ്? വൈ കാണ്ട് ഹി ബി അവർ ഗൈഡ്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ഗൈഡ് ആയിരിക്കാൻ സാധിക്കില്ല? വൈ കാണ്ട് ഹി ബി അവർ കോച്ച്? എന്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ കോച്ച് ആയിരിക്കാൻ സാധിക്കില്ല? വൈ കാണ്ട് യു ബി അവർ ടീച്ചർ? വൈ കാണ്ട് യു ബി അവർ ടീച്ചർ? എന്തുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളുടെ ടീച്ചർ ആയിരിക്കാൻ സാധിക്കില്ല? എന്തുകൊണ്ട് താങ്കൾക്ക് ഞങ്ങളുടെ ടീച്ചർ ആയിരിക്കാൻ സാധിക്കില്ല? വൈ കാണ്ട് യു ബി അവർ ടീച്ചർ? വൈ കാണ്ട് യു ബി അവർ ടീച്ചർ? പ്രാക്ടീസ് ചെയ്യണം. ഒരു വാചകം നിങ്ങൾ എഴുതി വയ്ക്കണേ, എന്നിട്ട് അതിന്റെ മോഡലിൽ മറ്റു വാചകങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
അപ്പൊ എപ്പോഴും പറയുന്നത് ഒരാളെ കൂടി കണ്ടെത്തി ഒരാൾ ഒരു മലയാളം വാചകം ഇതിന്റെ മലയാളം വാചകം പറയുന്നു, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു. ആവർത്തിച്ച് 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം പറയുക. അർത്ഥമുള്ള വാചകം ചിലപ്പോൾ നമുക്ക് പറയുമ്പോൾ ചിലർക്ക് അർത്ഥം തോന്നുന്നില്ലായിരിക്കും, ചില നല്ല മീനിങ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള വാചകങ്ങൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലക്ക് കയറും. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അപ്പൊ അതും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ് ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. bind, bound, bound, find, found, found, grind, ground, ground, wind, wound, wound. അത് ഈ വാക്കുകളുടെ ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, 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 turn, turned, turned, tremble, 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 use, used, used. ഈ വെർബുകള് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകള് ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.